വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ്. മക്കളെ, നമ്മളോട് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് കുറേ വർഷങ്ങളായിട്ട് റീസെൻ്റ്ലി നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയണം, നമുക്ക് എക്സാമിന് എത്ര ഉണ്ടാവും? 6 ആക്ടിവിറ്റീസ് ആയിരിക്കും മൊത്തത്തിൽ ഉണ്ടാവുക. ആ 6 ആക്ടിവിറ്റീസിൽ നമ്മുടെ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ ഒരു പോമോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ ഷുവറായിട്ടും മിസ് പറഞ്ഞു, പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് എക്സാമിനെ ഫസ്റ്റ് ചോദിക്കുന്ന ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. മിച്ചമുള്ള ആക്ടിവിറ്റി 4 to 6 ഏതെങ്കിലും 4 ആക്ടിവിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന 4 ആക്ടിവിറ്റി നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പോയമോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരിക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാം? ഒരു മോഡൽ നോക്കാം. ഇതാ നോക്കിക്കേ മക്കളെ, റീഡിങ് കോംപ്രഹെൻഷൻ താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. അപ്പം മിസ് ഇതാ പിന്നെയും പറയുന്നു, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐ ടേൺ 9 years old ടുഡേ. എന്താണ്? എനിക്കിന്ന് 9 വയസ്സായി അല്ലേ. മോം പിക്ക് മീ അപ്പ് ഫ്രം ദ സ്കൂൾ ആൻഡ് വി വെൻറ്റ് ടു ദ കിഡ്സ് വേൾഡ്. അപ്പോൾ എനിക്കിന്ന് 9 വയസ്സായി, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇന്ന് അമ്മയാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ എവിടേക്ക് പോയി? കിഡ്സ് വേൾഡിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് അല്ലേ. There were dolls, games and fun things everywhere. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു മക്കളെ പറയുന്നത്? ഡോൾസ് ഉണ്ടായിരുന്നു അല്ലേ. ഇതാ ഡോൾസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ഗെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ ഫണ്ണായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മോം ആസ്ക്ഡ് മീ ടു സെലക്ട് 3 new things. അപ്പോൾ ആ ബർത്ത്ഡേ അല്ലേ, അമ്മ എന്നോട് പറഞ്ഞു ഏതെങ്കിലും 3 ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. 3 new things സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങി? ഐ ബോട്ട് എ ഡോൾ, യെല്ലോ ബലൂൺ ആൻഡ് എ പിങ്ക് ഫ്രോക്ക്. അപ്പോൾ ഞാനൊരു ഡോളും ഒരു യെല്ലോ ബലൂണും നല്ലൊരു പിങ്ക് നിറത്തിലുള്ള ഒരു ഫ്രോക്കും വാങ്ങി എന്നാണ് പറയുന്നത് അല്ലേ. When we got home, some of my friends were there. When I walked in, they jumped up and yelled, "Happy birthday!" അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എവിടെ ഉണ്ടായിരുന്നു? എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോൾ തന്നെ അവരിതാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവരിതാ യെൽ ചെയ്തു അല്ലേ. അവരിതാ ഹാപ്പി ബർത്ത്ഡേ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞു. Then we had cake and ice cream. അതിനുശേഷം ഞങ്ങൾ കേക്കും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. After that, I opened the gift that my friends had bought. അപ്പോൾ ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റൊക്കെ ഞാൻ തുറന്നു നോക്കി അല്ലേ. It was a great day for me. എന്താണ്? ഇത് എനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു ഗ്രേറ്റ് ഡേ ആയിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികളൊന്ന് നോക്കിക്കേടാ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ പാസേജ് വായിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമുക്ക് തരുന്ന 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് കമ്പൽസറി ആണ്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ കോൾ ഓഫ് ടൈമിൽ ഈ പാസേജ് വായിക്കുക. ഈ പാസേജ് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ വായിച്ചോളൂ, നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, മാർച്ച് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, where did mom take girl after school? സ്കൂളിന് ശേഷം അമ്മ ഈ പെൺകുട്ടിയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? Where did mom take girl after school? സ്കൂളിന് ശേഷം എങ്ങോട്ടേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്? നമ്മുടെ ആ പാരഗ്രാഫിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, കിഡ്സ് വേൾഡിലേക്കാണ് അല്ലേ. അമ്മ പിക്ക് ചെയ്തു, കിഡ്സ് വേൾഡിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഫൈൻഡ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഷൗട്ടഡ് ലൗഡ്ലി. ഷൗട്ടഡ് ലൗഡ്ലി എന്നർത്ഥം വരുന്ന ഒരു പാസേജ് വേർഡ് നമ്മുടെ ഈ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്, യെൽഡ് ഉണ്ട്, ബ്രോട്ട് ഉണ്ട്, ജംപ്ഡ് അപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അവരിതാ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്തു? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് യെൽ ചെയ്തു എന്ന് പറഞ്ഞല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്പി ബർത്ത്ഡേ എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഷൗട്ടഡ് ലൗഡ്ലി എന്നർത്ഥം വരുന്ന ഏതാണ്? യെൽഡ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാങ്ങിച്ചു എന്നാണ് അർത്ഥം അല്ലേ. ജംപ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ചാടി എന്നാണ് അർത്ഥം. അപ്പോൾ ഷൗട്ടഡ് ലൗഡ്ലി എന്നർത്ഥം വരുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ, അത് ഇതാണ്, യെൽഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, വാട്ട് ഡിഡ് ദ ഗേൾ ബൈ ഫ്രം ദ കിഡ്സ് വേൾഡ്? കിഡ്സ് വേൾഡിൽ നിന്ന് നമ്മുടെ ഈ കുട്ടി എന്താണ് വാങ്ങിയത്? പറഞ്ഞായിരുന്നല്ലേ, ഒരു ബലൂൺ വാങ്ങി, ഡോൾ വാങ്ങി, അതുപോലെ തന്നെ ഒരു പിങ്ക് ഫ്രോക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഇതാ നോക്കിക്കേ, The girl brought
എ ഡോൾ, എ യെല്ലോ ബലൂൺ ആൻഡ് എ പിങ്ക് ഫ്രോക്ക്. എന്തൊക്കെയാണ് വാങ്ങിച്ചത്? യെസ്, ഒരു ഡോള് വാങ്ങി, ഒരു യെല്ലോ ബലൂൺ വാങ്ങി, അതുപോലെ തന്നെ ഒരു പിങ്ക് ഫ്രോക്ക് വാങ്ങി. ഇത്രയും കാര്യങ്ങളാണ് അവർ അടിപൊളിയായിട്ട് അവർ വാങ്ങിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വാട്ട് ഈസ് ദ പാസേജ് അബൌട്ട്? അപ്പോൾ ഈ പാസേജിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഈ പാസേജ് അടിപൊളിയായിട്ട് വായിച്ചിട്ടുള്ളവരാണ് നമ്മളല്ലേ. അപ്പോൾ ഇത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. എന്തിനെ പറ്റിയിട്ടാണ്? ഒരു ബർത്ത്ഡേ പറ്റിയിട്ടല്ലേ. ഒരു 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിക്കേ, ദ പാസേജ് ഈസ് അബൌട്ട് ദ ബർത്ത്ഡേ സെലിബ്രേഷൻ ഓഫ് എ 9-year-old ഗേൾ. അല്ലെ, 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനെ പറ്റിയിട്ടാണ് ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക, ഒരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു പാസേജ് ആയിട്ട് ബന്ധമുള്ള ഇതിന് പറ്റുന്ന ടൈറ്റിൽസ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ മിസ് കുറച്ച് ഓപ്ഷൻസ് പറയാം. ബർത്ത്ഡേ ബാങ്ക് എന്ന് പറയാം, ദ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാം, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാം. ഇത് തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ഇതല്ലാണ്ട് ബാക്കിയുള്ള ടൈറ്റിൽസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു പോമോ തന്നിട്ട് ഉറപ്പായിട്ടും നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഷുവർ ആണ്, ഡെഫിനറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. മാത്രമല്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.